ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് റെയിൽവേ ഉൾപ്പെടെയുള്ള എല്ലാ പരീക്ഷകളിലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഇന്ത്യയിലെ ഭാഷകളെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചിട്ടുമാണ്. അപ്പോൾ നമുക്കറിയാം, 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ഭാഷകൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം. അപ്പോൾ ഇപ്പോൾ 22 ഭാഷകൾ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഭാഷകളെ ഉൾപ്പെടുത്തിയിരിക്കുന്ന പട്ടിക അല്ലെങ്കിൽ ഷെഡ്യൂൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് ഷെഡ്യൂളിലാണ്? 8ാം ഷെഡ്യൂളിലാണ്. ഒഫീഷ്യൽ ലാംഗ്വേജസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിളാണ് 343. 343 അനുസരിച്ച് ഹിന്ദിയും ഇംഗ്ലീഷും ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജാണ്. ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ട് നിലവിൽ വരുന്നത് 1965 ജനുവരി 26-നാണ്. ഒഫീഷ്യൽ ലാംഗ്വേജസ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇംഗ്ലീഷ്, ഉറുദു, ഹിന്ദി തുടങ്ങിയവയായിരുന്നു. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒഫീഷ്യൽ ലാംഗ്വേജ്. നമ്മുടെ കറൻസി നോട്ടിൽ എത്ര ഭാഷകളുണ്ടെന്നറിയാമോ? 17 ഭാഷകളാണുള്ളത്. ഹിന്ദിയും ഇംഗ്ലീഷും നോട്ടിൻ്റെ പിൻവശത്തും മറുവശത്തുമായിട്ട് അടിച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് 15 ഇന്ത്യൻ ഭാഷകളാണ്. ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, കാശ്മീരി, കൊങ്കണി, മലയാളം, മറാത്തി, നേപ്പാളി, ഒറിയ, പഞ്ചാബി, സംസ്കൃതം, തമിഴ്, തെലുങ്ക്, ഉറുദു എന്നീ ക്രമത്തിൽ 15 ഭാഷകളും അടിച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 17 ഭാഷകളാണ് നമ്മളുടെ നോട്ടിനകത്ത് ഉള്ളത്. അപ്പോൾ 17 ഭാഷ. ഇനി നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം ആൾക്കാർ സംസാരിക്കുന്ന ഭാഷകളെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, ഹിന്ദിയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ. 526 മില്യൺ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. രണ്ടാമത് ബംഗാളി, മൂന്നാമത്തത് മറാത്തി, നാലാമത്തത് തെലുങ്ക്, അഞ്ചാമത്തത് തമിഴ് എന്നിങ്ങനെയാണ് ഇന്ത്യയിൽ ഭാഷ സംസാരിക്കുന്ന ക്രമം. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള സംസ്ഥാനങ്ങൾ പണ്ട് നമ്മൾ പറയായിരുന്നു നാഗാലാൻഡ് മാത്രമാണെന്ന്. ഇപ്പോൾ അത് മാത്രമല്ല, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മേഘാലയ തുടങ്ങിയവയെല്ലാം തന്നെ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള സംസ്ഥാനങ്ങളാണ്. അടുത്തത്, നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ കാലിക പ്രസക്തിയുള്ള മറ്റൊരു വാർത്തയാണ് 3 ലാംഗ്വേജ് ഫോർമുല ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് 3 ലാംഗ്വേജ് ഫോർമുല ഇന്ത്യയിൽ നടപ്പിലാക്കാൻ നിർദ്ദേശിച്ചത് 1968 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷനാണ്. മനസ്സിലാക്കിയിരിക്കുക, 1968 നാഷണൽ പോളിസി. 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഷകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. 22 ഭാഷകളുണ്ട്. 1 ആസാമീസ്, 2 ബംഗാളി, 3 ബോഡോ, 4 ഡോഗ്രി, 5 ഗുജറാത്തി, 6 ഹിന്ദി, 7 കന്നഡ, 8 കാശ്മീരി, 9 കൊങ്കണി, 10 മൈഥിലി, 11 മലയാളം, 12 മണിപ്പൂരി, 13 മറാത്തി, 14 നേപ്പാളി, 15 ഒഡിയ, 16 പഞ്ചാബി, 17 സംസ്കൃതം, 18 സന്താളി, 19 സിന്ധി, 20 തമിഴ്, 21 തെലുങ്ക്, 22 ഉറുദു. അടുത്തത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് 8ാം ഷെഡ്യൂളിൽ, ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ കാലാകാലങ്ങളിൽ വന്ന മാറ്റങ്ങളാണ്. 1950 14 ഭാഷകളാണ് 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരുന്നത്. പിന്നെ 1967 സിന്ധി 21ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു. 15ാമത്തത് സിന്ധിയാണ്. 1992 കൊങ്ങിണി, മണിപ്പൂരി, നേപ്പാളി എന്നിവ 71ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു. 2003 ബോഡോ, ദോഗ്രി, മൈഥിലി, സന്താളി എന്നിവ 92ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു. 2011 ഒറിയ എന്നുള്ളത് ഒഡിയ എന്ന് 96ാം ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്തു. ഇത്രയുമാണ് നമ്മുടെ 8ാം ഷെഡ്യൂളിൽ കാലാകാലങ്ങളിലുണ്ടായ മാറ്റങ്ങൾ. അടുത്തത്, RRBക്കും SSCക്കും UPSCക്കും ഒക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി ചോദിക്കുന്ന വിവിധ ഭാഷകളും അത് സംസാരിക്കുന്ന മേഖലകളും.
ബോഡോ സംസാരിക്കുന്നത് ആസാമിലാണ്. ദോഗ്രി സംസാരിക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. കൊങ്ങിണി സംസാരിക്കുന്നത് ഗോവയിലാണ്. മൈഥിലി സംസാരിക്കുന്നത് ജാർഖണ്ഡിലാണ്. നേപ്പാളി സംസാരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം. സംസ്കൃതം അഡീഷണൽ ഭാഷയായിട്ടുള്ള അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടുള്ള 2 സ്റ്റേറ്റുകളാണ് ഹിമാചൽ പ്രദേശും ഉത്തരാഖണ്ഡും. സന്താളി സംസാരിക്കുന്നത് ജാർഖണ്ഡിലും വെസ്റ്റ് ബംഗാളിലുമാണ്. സിന്ധി സംസാരിക്കുന്നത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. അതായത് ശ്രദ്ധിക്കുക, ബോഡോ ആസാം, ദോഗ്രി കാശ്മീർ. ഉറുദു സംസാരിക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ഭോജ്പുരി സംസാരിക്കുന്നത് ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ് മേഖലകളിലാണ്. ഗർവാളി സംസാരിക്കുന്നത് ഉത്തരാഖണ്ഡ് മേഖലകളിലാണ്. ഗുജ്ജാറി സംസാരിക്കുന്നത് രാജസ്ഥാനിലാണ്. ലപ്ച സംസാരിക്കുന്നത് സിക്കിമിലാണ്. പിന്നെ വെസ്റ്റ് ബംഗാളിലും നേപ്പാളിലും ഭൂട്ടാനിലും സംസാരിക്കുന്നുണ്ട്. ഗാസി ഗാരോ സംസാരിക്കുന്നത് മേഘാലയയിലാണ്. ഗോണ്ടി സംസാരിക്കുന്നത് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന തുടങ്ങി ഇടങ്ങളിലാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഉറുദു ഔദ്യോഗിക ഭാഷയായിട്ടുള്ള സംസ്ഥാനമാണ് കാശ്മീർ. അതേപോലെ ഭോജ്പുരി വെരി ഇമ്പോർട്ടൻ്റ് മറ്റൊരു ഭാഷയാണ്. അടുത്തത് കൊടവ സംസാരിക്കുന്നത് കർണാടകയിലെ കൊഡുഗു അല്ലെങ്കിൽ കൂർഗ് ഡിസ്ട്രിക്റ്റിലാണ്. തുളു സംസാരിക്കുന്നത് ദക്ഷിണ കന്നഡയിലാണ്. കച്ചി സംസാരിക്കുന്നത് ഗുജറാത്തിലെ കച്ച് റീജിയനിലാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട് തുളു എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദക്ഷിണ കന്നഡയിലാണ്. കൊടവ സംസാരിക്കുന്നത് കൊഡുഗു ഡിസ്ട്രിക്റ്റിലാണ്. കർണാടകയിലെ കൊഡുഗു ഡിസ്ട്രിക്റ്റിലാണ്. ഇത് സെൻട്രൽ പരീക്ഷകൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് പരീക്ഷയിൽ റിപ്പീറ്റഡ് ഒരു പോർഷനാണ് ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകൾ. ക്ലാസിക്കൽ ഭാഷകൾ എന്ന് പറയുന്നത് അതിൻ്റെ പഴക്കത്തിനനുസരിച്ചിട്ടാണ് ക്ലാസിക്കൽ ഭാഷകളെ തരംതിരിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷ, ആദ്യത്തെ ക്ലാസിക്കൽ ഭാഷയാകുന്നത് 2004 ഒക്ടോബർ 12 തമിഴാണ്. രണ്ടാമത്തെ ക്ലാസിക്കൽ ഭാഷ 2005 നവംബർ 25 സംസ്കൃതമാണ്. മൂന്നാമത്തെ ക്ലാസിക്കൽ ഭാഷ 2008 ഒക്ടോബർ 31 കന്നഡയാണ്. നാലാമത്തെ ക്ലാസിക്കൽ ഭാഷകൾ 2013 മെയ്യിലായ തെലുങ്കും മലയാളവുമാണ്. പിന്നെ 2014 ഫെബ്രുവരി 20 ആറാമത്തെ ക്ലാസിക്കൽ ഭാഷ ഉണ്ടായി, ഒഡിയ. അപ്പോൾ 6 എണ്ണമായിരുന്നു 2014 വരെ ക്ലാസിക്കൽ ഭാഷയായിട്ടുണ്ടായിരുന്നത്. തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ. എന്നാൽ 2024 കറണ്ട് അഫയേഴ്സ്, അതായത് പാലി, മറാത്തി, ബംഗാളി, ആസാമീസ്, പാലി, മറാത്തി, ബംഗാളി, ആസാമീസ് എന്നിങ്ങനെ 4 ഭാഷകളെ കൂടെ ക്ലാസിക്കൽ ഭാഷയായിട്ട് 2024 ഒക്ടോബർ 3 ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ക്ലാസിക്കൽ ഭാഷ 10 എണ്ണമായി. അവസാനം ലോകത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷകളാണ്. 1 മന്ദാരിൻ, ചൈനയുടെ ഭാഷയാണ്. സ്പാനിഷ് യൂറോപ്പിൽ ഏകദേശം മിക്കവാറും രാജ്യങ്ങളിലുണ്ട്. 3 ഇംഗ്ലീഷ്, 4 ഹിന്ദി. ഏറ്റവും അധികം സംസാരിക്കുന്നത് മന്ദാരിൻ, ഹിന്ദി 4ാമത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷയാണ്.